കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരള വിഷൻ ന്യൂസിലെ സനോജ് പയ്യന്നൂരിനെ മികച്ച ക്യാമറമാനായി തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം മന്ത്രി വി ശിവൻകുട്ടിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അറിയിച്ചു. മികച്ച ക്യാമറ പേഴ്സൺ ശ്രീ സനോജ് പയ്യന്നൂർ, കേരള വിഷൻ. വിശദാംശങ്ങളുമായി ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, കൊല്ലത്ത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അതേസമയം തന്നെ കേരള വിഷനെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണ് നിലവിലുള്ളത്. സനോജ് പയ്യന്നൂരിന് മികച്ച ക്യാമറമാനായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ തിരുവനന്തപുരത്തെ കലോത്സവ പരിപാടികൾ എവിടെ വരെയായി, എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി മറ്റു കാര്യങ്ങളായി പറഞ്ഞത്? സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇനി മറ്റന്നാൾ തന്നെയാണ് സ്കൂൾ കലോത്സവം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക്, അതായത് മത്സരാർത്ഥികൾക്ക് എത്തി താമസിക്കാനുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ സ്കൂളുകളിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കൂളുകളിലെ കുട്ടികളെ വരവേൽക്കാനായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും തയ്യാറായിട്ടുണ്ട്. പെൺകുട്ടികൾക്കായി ജില്ലയിലെ 27 സ്കൂളിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികളുമായി തയ്യാറാക്കിയിരിക്കുന്നത്. 11 സ്കൂളുകൾ പെൺകുട്ടികൾക്കും 16 സ്കൂളുകൾ ആൺകുട്ടികൾക്കും താമസത്തിനായി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അക്കോമഡേഷൻ സെന്ററുകളിൽ ആവശ്യ സൗകര്യം ഉറപ്പുവരുത്തി കഴിഞ്ഞുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സെന്ററുകളുടെ ചുമതല നോഡൽ ഓഫീസർമാർക്ക് നൽകി കാര്യക്ഷമമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മുഴുവൻ വിവരങ്ങളും ലഭിക്കുന്ന QR കോഡും പുറത്തുവിട്ടിട്ടുണ്ട്. ഏതായാലും ഇവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്ഷണം എവിടെ ലഭിക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം സ്കൂൾ കലോത്സവത്തിന് മറ്റന്നാൾ തിരിതെളിയുകയാണ്. 9 മണിക്ക് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്നതോടെയാണ് കലോത്സവത്തിന് തുടക്കമാവുക. ഏതായാലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള 1ാം വേദിയിൽ തന്നെ MT നിലയിൽ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം പൊതുവിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അവിടെ അധ്യക്ഷത വഹിക്കും. ഏതായാലും ഈ ചടങ്ങിന് ശേഷമാണ് പരിപാടികൾ ആരംഭിക്കുന്നത്. 1ാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം മത്സരമാണ് നടക്കുന്നത്. 24 വേദികളിലായാണ് മുഴുവൻ മത്സരം നടക്കുന്നത്. 25 വേദികളിലായാണ് മത്സരം ഉണ്ടെങ്കിൽ സെൻട്രൽ സ്റ്റേഡിയമാണ് പ്രധാന വേദി. അതിന് പുറമെ 24 വേദികൾ തലസ്ഥാനത്ത് പലയിടത്തായി നടക്കും. എല്ലാം ഈ തലസ്ഥാന നഗരത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ തന്നെയാണ്, നഗരത്തിനുള്ളിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. വേണ്ട രീതിയിലുള്ള പോലീസിന്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കും. ഏതായാലും ഭക്ഷണ പന്തൽ പുത്തരിക്കണ്ടത്ത് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. അവസാന ഘട്ടത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് തന്നെയാണ് മന്ത്രി ഇന്ന് മാധ്യമങ്ങളെ വിളിച്ച് പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത്. ഏതായാലും മറ്റന്നാൾ രാവിലെയോടെ തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഈ പരിപാടിക്ക് ശേഷം തന്നെ പലയിടത്തും മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. വാശിയേറിയ മത്സരങ്ങൾ. സംസ്ഥാനത്തെ ഈ വലിയ കലോത്സവമാണ് ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ സന്തോഷിക്കാനുള്ളൊരു കാര്യം കൂടി ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ കലോത്സവത്തിൽ കേരള വിഷന് ഒരു അവാർഡുണ്ട്. കേരള വിഷന്റെ ക്യാമറ പേഴ്സൺ ആണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. സനോജ് പയ്യന്നൂരിനെ മികച്ച ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ, ക്യാമറാമാനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അത് വലിയൊരു നേട്ടമായി തന്നെ കാണുന്നു. അടുത്ത ഒരു ഘട്ടത്തിൽ നമ്മൾ വീണ്ടും പുതിയൊരു ഒരുക്കവുമായി എത്തുകയാണ്. സമഗ്രമായ ഒരു കലോത്സവ റിപ്പോർട്ടിംഗിലേക്ക് കടക്കുകയാണ്. മറ്റന്നാൾ മുതൽ തന്നെ കലോത്സവത്തിന് തിരിതെളിയുകയാണ്. 8ാം തീയതിയാണ് കലോത്സവം അവസാനിക്കുന്നത്. അവസാന ദിവസം സമാപന ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് സിനിമാ താരം ടൊവിനോ തോമസ് കൂടിയാണ്. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.